Good morning, ladies and gentlemen. Welcome to your favorite. Ladies and gentlemen, it's been a while, I know. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഹെഡ്ഫോൺ സോണിൻ്റെ അതായത് ഈ സാധനത്തിന് അൺബോക്സ് ചെയ്ത് ഞാൻ യൂസ് ചെയ്ത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ സാധനം യൂസ് ചെയ്യായിരുന്നടേ. ആൻഡ് ഈ സാധനത്തിൽ കൂടെ കണ്ട ഇങ്ങനെ ഉള്ളൊരു പോളിഷിങ് ക്ലോത്ത് കിട്ടിയിട്ട് ചേച്ചിയുടെ ഈ ഇന്ത്യക്കാരി ചേച്ചി എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ഫോൺ സോൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള അതായത് ഈ പറയുന്ന IEMs അല്ലെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ഡാക്ക് ഹെഡ്സെറ്റുകൾ ലക്ഷക്കണക്കിനുള്ള വില മതിപ്പ് പോലെയുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ ഹെഡ്ഫോൺ സോൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവന്മാരും താങ്ക്സു എന്ന് പറയുന്ന സാധനവും കൂടെ ഒരുമിച്ചുണ്ടാക്കിയ വാഗ്നർ SG ആണ് ഇന്ത്യൻ ഓഡിയൻസിന് വേണ്ടിയിട്ട്. ആൻഡ് അതിന് വെച്ചിട്ടുണ്ടാണ് ഇത് ഇന്ത്യ മറ്റേ യൂഷ്വലി ഇവിടെ ഒരു ചൈനീസ് ചേച്ചിയാണ് ഉള്ളത്, അതിന് പകരം ഇന്ത്യക്കാരി ചേച്ചി വന്നത് ആ ഒരു കൊളാബ് ആയതുകൊണ്ടാണ്. മെയിനായിട്ടും വേറൊരു സാധനം കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ടിപ്പുകൾ അത്യാവശ്യം കുറച്ച് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റണ പോലെ അത്യാവശ്യം നല്ല ഇഷ്ടം പോലെ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്കിത് സെലക്ട് ചെയ്തിട്ട് ചെവിയിൽ വെച്ച് നോക്കിയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി റിയലി ഗുഡ്. സോ അപ്പോൾ അതൊക്കെയാണ് പെട്ടിയരകത്തുള്ള കോണ്ടന്റുകൾ ഗൈസ്. ഇതിനെ പറ്റി പറയാനാണെങ്കിൽ 20 ഓംസിൻ്റെ ഇമ്പിഡൻസ് ആണ് വരുന്നത്. 10 മില്ലിമീറ്ററിൻ്റെ ഡൈനാമിക് ഡ്രൈവർ വരുന്നുണ്ട്. പിന്നെ FR റേഞ്ചൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. സാധനം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ആലോചിക്കുകയായിരിക്കും ഞാൻ എങ്ങനെയാണ് ഈ സാധനം വെച്ച് പാട്ട് കേട്ടത്. ഒരു മിനിറ്റ് ഇത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും. രണ്ട് ഇതാണ് സാധനം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ആ മറ്റേ ഹെഡ്ഫോൺ സോണിൻ്റെ ഒരു ബ്രാൻഡിങ് വന്നിട്ടുണ്ട്. ഒരു നീല കളറാക്കിയ അവർ രണ്ടും അതേ സാധനം തന്നെയാണ്, സ്റ്റാൻഡേർഡായിട്ട് അവർ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കറുത്ത ഒരുമാരത്തെ ഒരു ഒരു കേബിളാണ് വരുന്നത്. അത്ര സുഖമുള്ള കേബിളല്ല, കുറച്ച് നമ്മൾ മറ്റേ നമ്മുടെ മൂൺ ഡ്രോപ്പിൻ്റെയൊക്കെ ഒരു കേബിൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര തിന്നാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റില്ല. ഒരു മൈക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് കോൾ എടുക്കാനും ഇത് ചെയ്യാനും, അത് പാട്ട് പോസ് ചെയ്യാനുള്ളൊരു സാധനവും. ആൻഡ് ഈ സാധനം എൻ്റെ കയ്യിൽ ഈ സ്വാണിയുടെ വേസ്റ്റ് ഫോണാണ് കേട്ടോ. ദൈവത്തിന് ഓർത്ത് ആരും ഇത് മേടിക്കരുത്. സോണി Xperia 1 Mark 5 അതാണ് ഈ സാധനം. ഇതിൻ്റെ അകത്ത് ഹെഡ്ഫോൺസ് ജാക്കുണ്ട്. സെറ്റ് സാധനം 24 ബിറ്റിൻ്റെ ലോസ്ലെസ് സപ്പോർട്ടൊക്കെ വരണ ഹെഡ്ഫോൺസ് ജാക്കാണ്. പാട്ട് കേൾക്കാൻ ഈ ഒരു സാധനം ഞാൻ ഇപ്പോൾ എൻ്റെ MP3 പ്ലെയറായിട്ട് യൂസ് ചെയ്യണം ഗൈസ്. സോണി വാക്മാൻ നമ്മൾ പറയൂലേ ചില പേര്, ഇതെൻ്റെ സോണി വാക്മാനാണ്. ഇനി അതിനെ കൊള്ളാവൂ. ഇതുപോലെ ഒരു കിടിലം ഫോൺ എൻ്റെ ജീവിതത്തിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ചൂടാവും നിപ്പിൽ വെറുതെയൊക്കെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ മറ്റേ മൂത്രം ഒഴിക്കണ പോലെയാണ് ബാറ്ററി ഡ്രെയിൻ ആവണത്. എന്തൊരു തോൽവി ഫോണാണോ ഈ സോണിയുടെ അടുത്ത്. എനിക്ക് പറയാനുള്ളത് ഇമാതിരി ചെറ്റപ്പരിപാടിയൊന്നും കാണിക്കില്ല കേട്ടോ. ഇങ്ങനെയൊന്നും ഫോൺ ഇറക്കി നാട്ടുകാരെ പറ്റിക്കരുത്. എന്തിനാണെങ്കിലും ഒരു മ്യൂസിക് പ്ലെയർ എന്നുള്ള രീതിയിൽ ഈ സാധനം അടിപൊളിയാണ്. എന്നാലും ബാറ്ററി ലൈഫ് കട്ട ശോകമാണ്. ആൻഡ് നമുക്ക് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആപ്പിൾ മ്യൂസിക് തന്നെയാണ്. ആപ്പിൾ മ്യൂസിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് ലോസ്ലെസ് ഓഡിയോ സപ്പോർട്ട് ആപ്പിൾ മ്യൂസിക്കിലുണ്ട്. നമ്മൾ ഏത് പാട്ട് എടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ താഴെ ലോസ്ലെസ് എന്ന് എഴുതിയിരിക്കണമെന്നുണ്ടോ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആപ്പിൾ മ്യൂസിക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ പക്ക സാധനത്തിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ ആപ്പിൾ മ്യൂസിക് വെക്കുക, ലോസ്ലെസ് ഓഡിയോ എൻജോയ് ചെയ്യുക. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഗംഭീര പ്രോഡക്റ്റ്. എനിക്ക് തോന്നുന്നു 2000 രൂപ താഴെയാണ് ഈ IEMൻ്റെ വില വരുന്നത്. കിട്ടില്ല ക്ലാരിറ്റി, ബേസ്, മിഡ് എല്ലാം നല്ല പക്ക ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് സിഗ്നേച്ചറാണ് വരുന്നത്. കിടിലം പ്രോഡക്റ്റ്. ഈവൻ ഗെയിം കളിക്കാനാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മളൊരു 3.5mm ജാക്ക് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ലേറ്റൻസിയോ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. ഫുഡ് സ്റ്റെപ്പൊക്കെ നല്ല പക്കയായിട്ട് കേൾക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹെവി. എനിക്ക് അതാണ് ഇവിടെ ഏറ്റവും പറയാനുള്ളത്. നമുക്ക് ഒരു വലിയ നമ്മുടെ ഒക്കെ നമ്മൾ വെക്കുന്നത് പോലെ അത്ര ഹെവി ആയിട്ട് നമുക്ക് തോന്നില്ല. നമുക്ക് ലോങ് ലിസണിങ് ടൈമിലും ഈ സാധനം വെക്കുമ്പോൾ അധികം ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട ഫീലിങ്ങോ വരില്ല. ആൻഡ് സൂപ്പർ പ്രോഡക്റ്റ്. ആകെ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റൽ ഉണ്ടല്ലോ, മറ്റേ ആസിഡ് മെറ്റൽ ജോണറായിട്ടുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് കുറച്ച് പോരാ. ബിക്കോസ് പക്ഷെ റോക്ക് കേൾക്കാറുണ്ടല്ലോ, സാധാ നമ്മുടെ മെറ്റാലിക്ക, ഗൺസ് ആൻഡ് റോസസ്, ലെഡ് സെപ്ലിൻ പോലത്തെ ആൾക്കാരെയൊക്കെ പാട്ടുകൾ കേൾക്കാൻ ഗംഭീരമാണ്. അതേപോലെ EDMs, ടെക്നോ, ഡബ് സ്റ്റെപ്പും ഒരു പരിധി വരെ അത്ര സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ EDM ചില പാട്ടുകളുണ്ട്. ഞാൻ ഇതിലൊരു പാട്ട് കേട്ടായിരുന്നു കേട്ടോ, എൻ്റെ പൊന്നു മോനെ യജാതി പാട്ടടേത്. ഈ പാട്ട് ലീവ് ഇറ്റ് ഓൾ ബിഹൈൻഡ് കേൾക്കണം, സെറ്റ്. ഞാൻ പറഞ്ഞേ നമുക്ക് എല്ലാ രീതിയിലുള്ള പാട്ടുകളും ഞാൻ ഇൻസ്ട്രുമെൻ്റൽസൊക്കെ ഗംഭീരം. നമ്മുടെ ക്ലാരിറ്റി വൈസ്
പൊളപ്പം സാധനോടെ. നിങ്ങൾക്ക് ഡാക്ക് മേടിക്കാൻ പറ്റും ഹെഡ്ഫോൺസ് സോണിൽ തന്നെ. അതിൽ കയറിയിട്ട് ഈ സാധനം മേടിക്കുക, കണക്ട് ചെയ്യുക, പാട്ട് കേൾക്കുക, സെറ്റ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഹെഡ്ഫോൺസ് ജാക്കുള്ള ഫോണുകൾ, എസ്പെഷ്യലി ഇത് സോണിയുടെ കയസിൽ അങ്ങനത്തെ ഉണ്ട്. എല്ലാ കുന്തവും ഇതിൻ്റെ അകത്തുണ്ട്. ഈ പറയുന്ന എൽഡാക്കും ഇതുമൊക്കെ ഇവന്മാരെയാണ് ഉണ്ടാക്കിയത്. എൽഡാക്ക് എന്ന് പറഞ്ഞാൽ സോണിയുടെ ഒരു സാധനമാണ്, ഒരു കോഡക്കാണ്. അപ്പോൾ വയർലെസ്സിലും ഈ സാധനം അടിപൊളിയാണ് നമ്മുടെ ഫോണെ. പക്ഷേ ഫോൺ ആസ് എ ഹോൾ ഇസ് എ തോൽവി. പക്ഷേ ആസ് എ മ്യൂസിക് പ്ലെയർ ഇതൊരു കിടിലൻ സാധനമാണ്. പക്ഷേ 1 ലക്ഷം രൂപ വരെ മ്യൂസിക് പ്ലെയർ കഠിനമായി പോകും. എന്തിനാണെങ്കിലും എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് IEM. ഡെഫിനറ്റ്ലി ഗുഡ്. 2000 താഴെ ഐ ഫീൽ ദിസ് ഇസ് ദി ബെസ്റ്റ്. ഇവന്മാർ ഈ വാഗ്നർ SG കിട്ടില്ല സാധനം കേട്ടോ. താങ്ക്സൂൻ്റെ കിട്ടില്ല. ഞാൻ പറഞ്ഞാൽ KZ എന്നൊക്കെ പറയുന്ന ഒരു ബ്രാൻഡുണ്ട്, അത് എടുക്കല്ല കേട്ടോ. ജെട്ടിയാണ് ഈ KZ, CA, എന്തൊരു CCA അങ്ങനെ എന്തൊക്കെയോ ഇവിടെ ബ്രാൻഡുകളുണ്ടല്ലോ ചൈനയിൽ തന്നെ. ഒന്നെങ്കിൽ എടുക്കണമെങ്കിൽ 3 ഡ്രോപ്പ്, അല്ലെങ്കിൽ ഈ സാധനം ഹൈലി റെക്കമെൻഡഡ്. കിട്ടില്ല, ഗംഭീര സാധനം, നല്ല രസമുണ്ട്, നല്ല സൂപ്പർ സൗണ്ട്. ആകെ ഹെവി മെറ്റലൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും മേടിക്കുക. അത് കുറച്ചും കൂടെ ഒരു നമ്മുടെ മറ്റേ ഹെഡ്ഫോൺസ് പരിപാടിയൊക്കെ ആണെങ്കിൽ മെറ്റൽ സോങ്സൊക്കെ അടിപൊളിയായിട്ട് കേൾക്കാം. അതേപോലെ തന്നെ ഡബ് സ്റ്റെപ്പ് പോലത്തെ ഭയങ്കര ഹെവി ബേസ് ആയിട്ടുള്ള സാധനങ്ങളും ലുക്ക് എൽസ്വെയർ. പക്ഷേ ഇറ്റ് ഈസ് വെൽ ബാലൻസ്ഡ്, ഇറ്റ് ഈസ് ടു ഗുഡ്. ലവ് ദിസ് ഐറ്റം. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ വല്ലതും എൻ്റെ ലിങ്ക് ഇട്ടേക്കാം, പോയി മേടിയിട്ടേ. എന്തായാലും കൊള്ളാം, സൂപ്പർ സാധനം, പൊളപ്പം സാധനം. പക്ഷേ ഹെഡ്ഫോൺസ് ജാക്ക് ഉള്ളവർ, അല്ലാത്തവർ ഡാക്ക് മേടിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ പോകട്ടെ, ബൈ.